85 ലക്ഷം രൂപ തട്ടിയെടുത്തതായി കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ പരാതി. എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രമ്യ ഷിയാസിനെതിരെയാണ് തട്ടിപ്പിന് ഇരയായവർ പരാതി നൽകിയത്. രാഷ്ട്രീയ ബന്ധമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിന് കാരണം എന്നാരോപിച്ച് പരാതിക്കാർ ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കുത്തിരിപ്പ് സമരം നടത്തുകയാണ്. പരാതി സ്വീകരിച്ചു. ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും കോപ്പി ഇത് തരില്ല, രസീത് തരില്ല. അത് എന്താണ്, രണ്ടുപേർക്ക് നിങ്ങളുടെ കയ്യിൽ ഇതേ സെയിം പരാതിയല്ലേ, അപ്പം അത് കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ വന്നു കഴിയുമ്പോൾ FIR ഇട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അപ്ലൈ ഇത് തരുള്ളൂ. കേസ് ഇതുവരെയും വിളിപ്പിച്ചിട്ടില്ലല്ലോ അവർ. നമ്മൾ കൊടുത്തിട്ട് ഇപ്പം എത്ര ദിവസമായി? ഇതുവരെയും നമ്മളൊന്ന് വിളിച്ച് എന്താണെന്ന് അവരോട് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മളെന്താ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എന്തായാലും മേടിച്ചുകൊണ്ട് പോയതാണ്. അവർ പറയണതാണ് അവർക്ക് വാഗ്ദാനം. അതല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ അവൾ എന്തോ ഒരു ഇതിൽ നിൽക്കുന്നതാണ്, വനിതാ പ്രസിഡന്റ്, എന്തോ ജില്ലാ പ്രസിഡന്റ്, എന്തോ ആളാണ് അവള്. എസ് ശ്യാംകുമാറുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കേരള കോൺഗ്രസ് എസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് രമ്യ ഷിയാസ് എന്ന് പറയുന്ന സ്ത്രീ നടത്തിയ തട്ടിപ്പിലാണ് 40ഓളം പേർ ഇപ്പോൾ നീതി തേടി ചേരാനല്ലൂർ സ്റ്റേഷനിലെത്തിയത്. 40 പേരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയ ശേഷം ഇരട്ടിയാക്കി നൽകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസ് പരാതിക്കാരുടെ കയ്യിൽ നിന്ന് പരാതി സ്വീകരിക്കാനോ രസീത് നൽകാനോ ഒന്നും തയ്യാറാകുന്നില്ല. രാഷ്ട്രീയ സമ്മർദ്ദമാണ് ചേരാനല്ലൂർ പോലീസ് ഈ 40 പേരെയും വഴിയാധാരമാക്കുന്നത്. അവർ ഇപ്പോൾ സ്റ്റേഷനിലെത്തുകയും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു. പരാതി കൊടുക്കാൻ പോയ ആളുകൾ ഉൾപ്പെടെ നമ്മുടെ കൂടെയുണ്ട്. ഈ സ്റ്റേഷനിൽ ചെന്ന് ഇപ്പോൾ പോലീസുകാർ പിടിച്ചോണ്ട് പോയല്ലോ, അവരെന്താണ് പറഞ്ഞത്? അവരിങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയണത് ഇതിന് തക്കതായ തെളിവ് ഉണ്ടാകുന്ന ചോദിക്കുന്നത്. തെളിവ് നമ്മുടെ കയ്യിലില്ല. കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകണ കാശിന് നമ്മൾ എന്ത് തെളിവ് കൊടുക്കും? വീട്ടിൽ അതിക്രമിച്ച് കയറി നമ്മളുടെ സ്വർണ്ണങ്ങളും കാശുകളും ചോദിച്ച് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ പോലീസുകാർ പറയണത് തെളിവ് എന്തെങ്കിലും ഉണ്ട്, തെളിവുണ്ടെങ്കിലല്ലേ നമുക്ക് അവരുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അവരുടെ ഭാഗത്തു നിന്നുള്ള വർത്താനം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയാണ് പോലീസുകാരുടെ. കേസ് എടുക്കാൻ പറ്റുമെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? കേസ് ഇപ്പം ഞങ്ങൾ ശബ്ദം ഉയർത്തിയപ്പോഴത്തേക്കും കേസ് എടുക്കാന്ന് പറഞ്ഞു, FIR ഇടാന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇതുവരെ ഒന്നും ആയിട്ടില്ല. അവിടെ ഏതോ സാർമാരെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഉന്മേഷ്, ഇത് ഒരാളാണ്. അതുപോലെ 40-അധികം പേരാണ് ഈ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. 85 ലക്ഷം രൂപയാണ് ആ രമ്യ ഷിയാസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ തട്ടിപ്പിന് ഇരയാക്കിയത്. കോൺഗ്രസ് എസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അങ്ങനെയല്ലേ? അതെ, കോൺഗ്രസ് എസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ഈ രമ്യ ഷിയാസ് എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ. അകത്ത് കാണുന്ന ദൃശ്യങ്ങളുള്ളവരെല്ലാം തട്ടിപ്പിനിരയായവരാണ്. ഇവരിൽ നിന്നൊക്കെ 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ പല വാഗ്ദാനങ്ങൾ നൽകിയാണ് വാങ്ങിക്കൊണ്ടു പോയിരുന്നത്. ഇവർക്ക് ആർക്കും നീതി ലഭിച്ചിട്ടില്ല. പരാതി എടുക്കാതെ പോലീസ് പരാതി സ്വീകരിച്ചതിന്റെ ഒരു രസീത് പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ 50 പേർ പരാതി തന്നാൽ 50 രസീത് കൊടുക്കണമെന്ന് ചോദിച്ച പോലീസുകാർ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടും രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ തട്ടിപ്പിനിരയായവർ സ്റ്റേഷനിൽ ഒരു കേസ് എടുക്കാനാകുമോ എന്ന് ചോദിച്ച് കയറി ഇറങ്ങേണ്ട സാഹചര്യമാണ് ഉള്ളത്. DCPക്കും ACPക്കും കമ്മീഷണർക്കും ഒക്കെ പരാതി നൽകിയിട്ടാണ് ഈ തട്ടിപ്പിനിരയായവർ ഈ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത്. ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും കേസെടുക്കാത്ത ഒരു സമീപനം. മുൻപ് പാലാരിവട്ടം സ്റ്റേഷനിൽ വാഹനം വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലും ഈ രമ്യയും രമ്യയുടെ ഭർത്താവ് ഷിയാസും ഒക്കെ പ്രതികളാണ്. അങ്ങനെ ഒരു നിരന്തരം തട്ടിപ്പുകാരി, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന രീതിയിൽ ആളുകളെ പറ്റിച്ച ഒരു തട്ടിപ്പുകാരി. അത്തരം ഒരു തട്ടിപ്പുകാരിക്കെതിരായിട്ട് കേസെടുക്കാനാണ് വലിയ ബുദ്ധിമുട്ടുള്ളത്. ഏതായാലും തട്ടിപ്പിനിരയായവരാണ് ഈ സ്റ്റേഷനിൽ ഈ നീതി തേടി നടക്കുന്നത്. അപ്പോഴും തെളിവ് പരാതിക്കാർ കൊണ്ടുതരട്ടെ എന്നുള്ള ഒരു വിചിത്രവാദമാണ് പോലീസ് പറയുന്നത്. ഏതായാലും വലിയ രീതിയിൽ തട്ടിപ്പിനിരയായ ആളുകൾ ഈ സ്റ്റേഷനിലെത്തുകയും അവിടെ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പല രീതിയിലാണ് തട്ടിപ്പ്. പൈസ വാങ്ങിക്കൊണ്ട് പോയ ശേഷം കേസ് എടുക്കാതെ തട്ടിപ്പ് നടത്തുന്നു. അത്തരത്തിൽ സ്വന്തം അധ്വാനത്തിലെ പൈസ പോയ പാവപ്പെട്ട ആളുകളാണ് ഈ സ്റ്റേഷനിൽ നിന്ന് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിൽ കൂടെ ഉണ്ട്. ചേച്ചി, ഒരു മിനിറ്റ് നിങ്ങൾ വരാമോ? എന്താണ് ഈ പോലീസ്? ഇവരിപ്പോൾ ഞങ്ങളോട് പറഞ്ഞേക്കണേ, ഇവർ കടലാസ് കാണിക്കാനാണ് പറഞ്ഞേക്കണേ. ചീട്ട് നമുക്ക് ആർക്കും തന്നിട്ടില്ല. ഇവർ കൈയോടെ മേടിച്ചേക്കണ കാശുകളാണ്. വീട്ടിൽ വന്ന് മേടിച്ചേക്കണ സ്വർണ്ണവും കാശൊക്കെ എന്നെ കൊണ്ട് ഇവിടെ പരാതി വരെയും കൊടുപ്പിച്ചിട്ടുണ്ട്. ഇവരെ മോൻ വേറൊരാളെ തല്ലി ആ കേസിൽ ജാമ്യം എടുക്കാൻ വേണ്ടി എന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുത്തേക്കണേക്കെ. അതിന് ഇവളെ എന്തായാലും പുറത്തിറക്കിയിരിക്കണം. ഇവള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാണ്. എൻ്റെ കയ്യിൽ നിന്നല്ല മേടിച്ചാണ്, എൻ്റെ മോൻ്റെ കയ്യിൽ നിന്നാണ് മേടിച്ചേക്കണേ. എൻ്റെ ഞങ്ങളുടെ മോൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട് 50,000 രൂപ. അത് മേടിക്കാനുള്ള ഒരു നടപടി ഉണ്ടായിരിക്കണം. ഇവളെങ്ങനെയായാലും പുറത്തിറക്കണം. പക്ഷേ ഇതുപോലെ തന്നെയാണ് തട്ടിപ്പിനിരയായവർ പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ വീട്ടിൽ കയറി ആക്രമിച്ച കേസുണ്ട്. ആ പരാതിയിലും മുഖത്തടിച്ച പരാതിയും നിലവിലുണ്ട്. അത്തരക്കാരെയും പോലും. ശരി ശ്യാം, ഏതായാലും ഇപ്പോൾ പ്രതിഷേധത്തിനൊടുവിൽ കേസ് എടുക്കാമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറയുന്നത്. എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.